മക്കളെ, നീറ്റ് എക്സാമിനേഷൻ്റെ ഒരു ടോപ്പ് റാങ്ക് നമ്മൾ നേടണമെന്നുണ്ടെങ്കിൽ കീ സബ്ജക്റ്റ് നമുക്കറിയാം ബയോളജിയാണ്. നമുക്കറിയാം 720-ൽ 700 മാർക്കും അല്ലെ 720യും സ്കോർ ചെയ്യണമെങ്കിൽ കെമിസ്ട്രിക്കും ഫിസിക്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം NCERT ടെക്സ്റ്റ് ബുക്ക് വേർഡ് ബൈ വേർഡ്, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഓരോ ചാപ്റ്ററിൻ്റെയും കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ ബയോളജിയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു ആദ്യത്തെ 1000 റാങ്കിൽ വരുന്ന അല്ലെങ്കിൽ ഒരു 5000 റാങ്കിൽ വരുന്ന ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന കുട്ടികളെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ റാങ്കിങ്ങിൽ വ്യത്യാസം വരുന്നത് ബയോളജി സബ്ജക്റ്റിൻ്റെ മാർക്ക് കൊണ്ടല്ല. ഇവർക്കൊക്കെ തന്നെ ബയോളജി ഫുൾ മാർക്കായിരിക്കും. പിന്നെ റാങ്കിങ് ഫാക്ടറായി മാറുന്നത് ഏത് സബ്ജക്റ്റാണ്? കെമിസ്ട്രിയും ഫിസിക്സുമാണ്. അപ്പോൾ ഫിസിക്സ് ആണ് ശരിക്കും ഒരു ടഫായി വിദ്യാർത്ഥികളുടെ റാങ്കിനെ വേരി ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മൈനസ് മാർക്കിലൂടെ കറക്റ്റ് പാറ്റേണിൽ പഠിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ ടോപ്പിലേക്ക് എത്തിക്കുന്നത് മൈനസ് മാർക്ക് കുറച്ചുകൊണ്ട് ഫിസിക്സിന്റെ സബ്ജക്റ്റിന്റെ മാർക്കാണ്. എങ്കിൽ കീ സബ്ജക്റ്റായി, കീ റാങ്കിങ് ഫാക്ടറായി മാറുന്ന സബ്ജക്റ്റ് ഏതാണ്? ബയോളജി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജി സബ്ജക്റ്റിനെ നമ്മുടെ കയ്യിനുള്ളിലാക്കാൻ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പഠിക്കുന്ന നീറ്റ് എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്യുന്ന, വെറുതെ ടാർഗറ്റ് ചെയ്യുന്നവരല്ല, ഒരു എയിംസും AFMCയും ജിപ്മറും ഉൾപ്പെടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ സൗജന്യമായി സ്കോളർഷിപ്പോട്ട് പഠിക്കാനുള്ള ഒരു സീറ്റ് ടാർഗറ്റ് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് വേണ്ടതൊരു പേഴ്സണൽ സ്ട്രാറ്റജി വേണം. എല്ലാവരും പഠിക്കും. 25 ലക്ഷം പേരാണ് ഓൾ ഇന്ത്യ ലെവലിൽ നീറ്റ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതിൽ നിന്ന് ഒരു അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നമുക്കറിയാമല്ലോ. അവിടെ നമുക്ക് വേണം ഒരു പേഴ്സണൽ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയാണ് നമ്മളെ വിന്നേഴ്സ് ആക്കി മാറ്റുന്നത്. ഈ സ്ട്രാറ്റജിയാണ് നമ്മളെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്നത്. ഈ സ്ട്രാറ്റജി നമുക്ക് ഇന്ന് തന്നെ തുടങ്ങണ്ടേ? കാരണം 2026 എക്സാമിനേഷൻ May 5 നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇനിയുള്ള 150 ഡേയ്സ് എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം, എങ്ങനെ സബ്ജക്റ്റുകൾ പഠിച്ചു തീർക്കണം, എങ്ങനെ മൈനസ് മാർക്കുകൾ കുറയ്ക്കണം, ഈ പഠിച്ചതെല്ലാം മെമ്മറിയിൽ എങ്ങനെ നിർത്തണം, ഇതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യണം, ഇതിനൊക്കെ ഒരു സ്ട്രാറ്റജി വേണ്ടേ? ഇതിനൊക്കെ ഉപരി ഈ റാങ്കിങ് മാർക്ക് സ്ട്രാറ്റജി അല്ല, അതിനേക്കാളുപരി കോൺഫിഡൻസോടൊന്ന് പഠിക്കണ്ടേ? നിങ്ങൾക്കൊരു കെയർ വേണ്ടേ? മിസ്റ്റേക്കുകൾ തീർക്കേണ്ടേ? ഇവിടെ ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. 1 രൂപ ഫീസ് ഇല്ലാതെ. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൽഫ അക്കാഡമിയുടെ. എന്തുകൊണ്ടാണ് ഈ ആൽഫ അക്കാഡമി ഇങ്ങനൊരു ഹെൽപ്പുമായി പബ്ലിക്കിലേക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതെന്ന് അറിയാമോ? 1 രൂപ പോലും ഫീസ് ഇല്ലാതെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതെന്ന് അറിയാമോ? ആൽഫ അക്കാഡമിയുടെ 25 ഇയേഴ്സ് ആയിട്ടുള്ള സെലിബ്രേഷന്റെ പാർട്ടായി കേരളത്തിലെ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കൊരു സപ്പോർട്ടാകാൻ ആൽഫ അക്കാഡമിയുടെ സർവീസ് കഴിഞ്ഞ ഒരു 25 വർഷമായി ഏറ്റവും മികച്ച വിജയം വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കുന്ന സിംഗിൾ സെന്ററിൽ മാത്രം പഠിപ്പിച്ച് ഒരു ബിസിനസ് ഓറിയന്റഡ് അല്ലാതെ പേഴ്സണൽ അറ്റൻഷനോടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് പഠിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമിയിലെ എക്സ്പേർട്ട് ടീം ഓൺലൈൻ സപ്പോർട്ടുമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ആൽഫ അക്കാഡമിയിലേക്ക് വിളിക്കുക, നിങ്ങളുടെ നമ്പർ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ഓരോ ദിവസവും എന്ത് പഠിക്കണം, എങ്ങനെ പോർഷൻ ഫിനിഷ് ചെയ്യണം, ഇതിനേക്കാളുപരി കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ ടൈം ടേബിൾ പ്ലാൻ ചെയ്ത് പരീക്ഷകൾ എഴുതി നിങ്ങളുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഈ എക്സ്പേർട്ട് ടീം എന്ന് പറയുന്നത് വെറും വാക്കല്ല. നിങ്ങൾ യൂട്യൂബിലേക്കൊന്ന് നോക്കിയാൽ മതി. ആൽഫയിലെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയും എക്സ്പീരിയൻസും നിങ്ങൾക്ക് കാണാം. ആൽഫയിലെ ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുത്ത റാങ്കുകൾ കാണാം. ഇങ്ങനെയുള്ള ടീച്ചേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് നല്ല അഡ്വൈസോടുകൂടി പഠിക്കണ്ടേ? ഈ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ബയോളജിയുടെ ഫുൾ ടോപ്പിക്സിനെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ സിസ്റ്റം നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. നമ്മൾ തുടങ്ങുകയാണ് ഈ ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള 5 മാസം 150 ഡേയ്സ് കൃത്യമായി പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി. അപ്പം നമുക്കിടയ്ക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് NCERTയിലെ മുഴുവൻ ടോപ്പിക്സുകളെ നമുക്കൊരു 10 യൂണിറ്റ് ആയിട്ട് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈ 10 യൂണിറ്റ് എന്തിനാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? അതിനൊക്കെ കാരണമുണ്ട്, ആ കാര്യവുമുണ്ട്. ഇത് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോവാണ്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നു, ബയോളജി സിലബസ് ഫുൾ ടോപ്പിക്സ് പഠിക്കാൻ ഓരോ ചാപ്റ്ററുകളും 10 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഹോളി ബുക്ക് നമുക്കറിയാം ഏതാണ്? NCERT. ഈ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇതിനകത്ത് സെന്റൻസ് ബൈ സെന്റൻസ് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെ പഠിച്ചു തീർക്കുമ്പോൾ വെറുതെ പഠിച്ചാൽ മതിയോ? പോരാ. അതിനോടൊപ്പം ബയോളജി നമ്മുടെ ബ്രെയിനിൽ നിൽക്കണമെങ്കിൽ, കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല ഒരു ക്യാപ്സ്യൂൾ നോട്ട് വേണം. അതായത്
ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ മാറ്ററും നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്ന ഒരു ബ്രെയിൻ മാപ്പ് വേണം. ഇതിൽ നിന്നാണ് നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഒരു ലാഗ് ഇല്ലാതെ മിസ്റ്റേക്ക് ഇല്ലാതെ പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ നല്ലൊരു ക്യാപ്സ്യൂളിലോട്ട് പ്രിപ്പയർ ചെയ്യാം? പഠിക്കണ്ടേ? അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഒരു ക്യാപ്സ്യൂളിലോട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട മെത്തേഡ് നിങ്ങളെ പഠിപ്പിച്ചു തരും. അത് നിങ്ങൾ കീപ്പ് ചെയ്യിപ്പിക്കും. എങ്കിൽ മാത്രമേ നമ്മുടെ റിവിഷൻ ബെസ്റ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ക്യാപ്സ്യൂളിലോട്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്ത് പഠിക്കണം. വെറുതെ കാട് കയറി കുറെ ക്വസ്റ്റ്യൻ ചെയ്താൽ പോരാ. നമ്മൾ കൃത്യമായിട്ട് കുറിക്ക് കൊള്ളുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യണം. 180 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന നീറ്റ് എക്സാമിനേഷനിൽ 90 ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്നാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ പഠിക്കണം. അല്ലാതെ ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻ പഠിച്ചതെല്ലാം തലേ കയറി ഭ്രാന്തായിട്ടല്ല നമ്മൾ എക്സാം ഹാളിൽ പോകേണ്ടത്. അവിടെ ഇരുന്ന് സ്ട്രഗിൾ ചെയ്യല്ല വേണ്ടത്. നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കണം. അതിനെന്താ വേണ്ടത്? ഓരോ പരീക്ഷകളും തന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്ന് നിങ്ങൾ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, കൃത്യമായ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റ് പേപ്പറുകൾ അറ്റൻഡ് ചെയ്യണം. ഈ മോക്ക് ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് റാങ്കിങ് ഫാക്ടറായി മാറുന്നത്. അതാണ് റാപ്പിഡ് റിവിഷനും അതിനുശേഷമുള്ള സ്പീഡ് ടെസ്റ്റുകളും. ഈ റാപ്പിഡ് ടെസ്റ്റും സ്പീഡ് ടെസ്റ്റും ആൽഫ അക്കാഡമിയുടെ സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ഈ ചാനലിലേക്ക് ജോയിൻ ചെയ്യുന്ന, ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സ്പെഷ്യൽ ട്രെയിനിങ് തന്നതിന് ശേഷം മാത്രമേ എക്സാം ഹാളിലേക്ക് വിടുകയുള്ളൂ. ഏറ്റവും നല്ല ട്രെയിനിങ് നേടി കോൺഫിഡൻസോടെ എക്സാം ഹാളിൽ പോവാം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. 10 യൂണിറ്റിൽ ആദ്യത്തെ യൂണിറ്റിനകത്ത് വരേണ്ട ചാപ്റ്റർ ഏതൊക്കെയാണ്? ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം. ഒരു പേപ്പർ എടുക്കുക, എഴുതി വെക്കുക. എൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ ഇന്ന ഡേറ്റിൽ ഞാൻ തീർക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററുകളായിരിക്കും. ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം. ഇത്രയും തീർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളെ ടീച്ചേഴ്സ് വിളിച്ചിട്ട് അത് തീർത്തോ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതിന് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരും. നോട്ട് വേണോ? അത് തരും. വിഷ്വൽ എഫക്ട്സോടെയുള്ള ക്ലാസ്സുകൾ വേണോ? അത് തരും. എല്ലാം നിങ്ങൾക്ക് തന്നതിന് ശേഷം എക്സാമിനേഷൻ തരും. നീറ്റിന്റെ സെയിം പാറ്റേണിലുള്ള മോഡൽ എക്സാമിനേഷൻ. ഈ എക്സാം നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എഴുതും. എക്സാം എഴുതുന്നതോ OMR ഷീറ്റിൽ തന്നെ, എൻട്രൻസ് എക്സാമിനേഷന്റെ സെയിം പാറ്റേണിൽ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള സിൻസ് ആൻഡ് സൊല്യൂഷന്റെ ആൻസർ കീ നിങ്ങളുടെ വീട്ടിലെത്തും. കൃത്യമായി പഠിച്ചു തീർത്തു എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് കയറും. എഴുതി വെക്കാം ഏതൊക്കെ ചാപ്റ്ററുകളാണ്? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാട്ടമി ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സ്ട്രക്ചർ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇത്രയും ടോപ്പിക്സുകളാണ് സെക്കൻഡ് യൂണിറ്റ് പഠിക്കും. നമ്മൾ വീണ്ടും അടുത്ത മോഡൽ എക്സാമിനേഷൻ എഴുതും. നമ്മുടെ മാർക്കുകളെ അനലൈസ് ചെയ്യും, മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ തേർഡ് യൂണിറ്റിലേക്ക് പോകും. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, ബയോമോളിക്യൂൾസ്. ഈ 3 യൂണിറ്റിന്റെ പോർഷൻസ് പഠിച്ചു തീർക്കും. എക്സാമിനേഷൻ എഴുതും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരും, ഞാനിങ്ങനെ ബയോളജി മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. നമ്മൾ നിങ്ങളെ ബയോളജി മാത്രമല്ല കെമിസ്ട്രിയും ഫിസിക്സും കൃത്യമായി ടൈം ടേബിളുകൾ തന്ന് പരീക്ഷകളിട്ട് മുന്നോട്ട് പോകും. എല്ലാത്തിനും കൃത്യമായി 10 മൊഡ്യൂളുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ 3ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ 4ാമത്തെ യൂണിറ്റിലേക്ക് പോകും. ഫോട്ടോസിന്തസിസ് ആൻഡ് ഹെയർ പ്ലാന്റ്സ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. 4ാമത്തെ യൂണിറ്റിന്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും, പഠിച്ചു തീർക്കും. ഇതിന്റെ ഡേറ്റ് ഒക്കെ എങ്ങനെയാ സെറ്റ് ചെയ്യുക? തീർച്ചയായും അവിടെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയിലെ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് വേണ്ട കൃത്യമായി ടൈം ടേബിൾ തരും, പഠിച്ചു തരുമെന്ന് ചെക്ക് ചെയ്യും. ഇതിനെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ടീച്ചേഴ്സ് കൂടെ ഉണ്ടാവും. ഇതിനുശേഷം നമ്മൾ 5ാമത്തെ യൂണിറ്റിലേക്ക് പോകും. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഫ്ലൂയിഡ് സർക്കുലേഷൻ, എക്സ്ക്രീഷൻ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ന്യൂറൽ കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ. ഇത്രയും കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് പാർട്ട് അങ്ങ് തീരും. ഈ ഫസ്റ്റ് പാർട്ട് തീർന്നു കഴിഞ്ഞാൽ 5 മോഡൽ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് കയറുകയാണ്. 6ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് +1ന്റെ ഫുൾ ടോപ്പിക്കിന്റെ മോഡൽ എക്സാമിനേഷൻ ആണ്. ആ ഫസ്റ്റ് ഇയർ ഫുൾ തീർത്തതിന് ശേഷം അതിന്റെ മിസ്റ്റേക്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്യും. ടീച്ചേഴ്സുമായി നേരിട്ട് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കും, ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യും. ഏതെങ്കിലും ടോപ്പിക്കുകളിൽ പഠിച്ചു തീർക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ട ഹെൽപ്പുകളും ചെയ്യും. അതിനുശേഷം സെക്കൻഡ് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. +2 ടോപ്പിക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. യൂണിറ്റ് 7 സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതിനുശേഷം 8ാമത്തെ യൂണിറ്റിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വേരിയേഷൻ, എവല്യൂഷൻ, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് നമുക്കറിയാം. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു തീർക്കും. അതിൻ്റെ മോഡൽ എക്സാമിനേഷൻ എഴുതും. അതിനുശേഷം നമ്മൾ 9ാമത്തെ യൂണിറ്റിലേക്ക് പോകും.
ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസും മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറും. അതിനുശേഷം 10ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ ഉണ്ടാവും ബയോടെക്നോളജി പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷൻസും. അതും പഠിച്ചു തീർത്തതിന് ശേഷം നമ്മൾ മോഡൽ എക്സാമിനേഷൻ എഴുതും. ദെൻ 11ാമത്തെ യൂണിറ്റ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം, ബയോസ് ഡൈവേഴ്സിറ്റി ആൻഡ് കൺവേഴ്സേഷൻ, ബയോ ഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഈ ടോപ്പിക്കുകൾ പഠിച്ചു തീർത്ത് നമ്മൾ എക്സാമിനേഷൻ എഴുതും. അപ്പോൾ ഇങ്ങനെ 10ാമത്തെ മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 12ാമത്തെ മോഡൽ എക്സാമിനേഷൻ വരുന്നത്. 10 മോഡൽ എക്സാമിനേഷൻ യൂണിറ്റ് വൈസ് ആണ്. അതിനിടയ്ക്ക് 6ാമത്തെ മോഡൽ എക്സാമിനേഷൻ +1 ഫുൾ ടോപ്പിക്ക് നമ്മൾ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞു. ഇനി അതിനുശേഷം 12ാമത്തെ മോഡൽ എക്സാമിനേഷൻ +2 ഫുൾ ടോപ്പിക്ക് മോഡൽ എക്സാമിനേഷൻ നമ്മൾ എഴുതും. ഇതും കഴിഞ്ഞാൽ തീരുകയല്ല, പിന്നെ അങ്ങോട്ട് ഫുൾ ടോപ്പിക്സിന്റെ 20 മോഡൽ എക്സാമിനേഷനാണ് നിങ്ങൾ എഴുതുന്നത്. ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികളോടൊപ്പം ആൽഫയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഏറ്റവും മികച്ച 2026 എൻട്രൻസ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള വെരി സിമിലർ ക്വസ്റ്റ്യൻസിന്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 മോഡൽ എക്സാമിനേഷൻ, ആൽഫ ജീനിയസ് ടെസ്റ്റ് സീരീസിന്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽ എക്സാമിനേഷൻ നിങ്ങൾ ഓരോരുത്തരും എഴുതും. നിങ്ങളുടെ മാർക്കുകൾ അനലൈസ് ചെയ്യും, റാങ്കിങ് അനലൈസ് ചെയ്യും, നിങ്ങളുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യും. 2026 നിങ്ങളുടേതാണ്. അതിനായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. 25ാമത്തെ വർഷത്തിന്റെ സെലിബ്രേഷന്റെ പാർട്ടായി നിങ്ങളോട് ഓരോരുത്തരോടൊപ്പം ആൽഫ അക്കാഡമി എത്തുകയാണ്. ചെയ്യേണ്ടതൊന്ന് മാത്രം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ആൽഫ അക്കാഡമിയിലേക്ക് ഒരു കോൾ വിളിക്കണം, ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ, ഒരു പേഴ്സണൽ അറ്റൻഷനോടെ നിങ്ങളെ പഠിപ്പിക്കാൻ, കൃത്യമായ ഒരു പേഴ്സണൽ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. നല്ല വിജയം നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ എല്ലാ സപ്പോർട്ടുമായി ആൽഫ അക്കാഡമി. ഓൾ ദ ബെസ്റ്റ്.